രണ്ടാഴ്ചക്ക് ശേഷം എന്തായാലും നമ്മളെ താറാവ് കുട്ടികളൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിലോട്ട് ഇറക്കണം കേട്ടോ. എല്ലാ കോഴിക്കുട്ടിയായാലും താറാവ് കുട്ടിയായാലും എല്ലാവരെയും ഞാൻ 1 മാസം കഴിഞ്ഞിട്ടാണ് ശരിക്കും മണ്ണിലേക്ക് ആക്കാറ്. ഈ 1 മാസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും അവർക്കുള്ള വാക്സിനേഷനും അതുപോലെ തന്നെ അവർക്കുള്ള എല്ലാ തീറ്റകളും കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റും. താറാവ് കുട്ടികൾക്ക് ഇതുവരെ ഞാൻ എന്തായാലും വാക്സിനേഷൻ കൊടുത്തിട്ടില്ല. ഞാൻ കോഴിക്കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. ചീരയുടെ ഇല, അതേപോലെ തന്നെ മുരിങ്ങ, അതുപോലെ തന്നെ നമ്മൾ തുളസി, അങ്ങനെയുള്ള എല്ലാ ഇലകളും ഇതൊന്ന് കൊടുത്ത് പഠിപ്പിക്കും. എല്ലാവിധ പച്ചമരുന്നുകളും ഈ ഒരു കൂട്ടിൽ തന്നെയാണ് പഠിപ്പിക്കാറ്. അത് കാരണത്താൽ നമുക്ക് അടുത്ത കൂട്ടിലേക്ക് ആക്കുമ്പോൾ നമുക്ക് എല്ലാവരും നന്നായിട്ട് കൊടുക്കാൻ പറ്റും. നമ്മളെ താറാക്കുട്ടികൾ വണ്ടിയിൽ വരുന്നുണ്ട്. ഏത് കോഴികൾക്കാണെങ്കിലും അവർ കുടിക്കുന്ന വെള്ളം മാത്രമാണ് വെച്ച് കൊടുക്കാറ്. ആ വെള്ളത്തിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കും. നമ്മളെ മക്കളെ പോലെ തന്നെ ഇവർക്കും പ്രതിരോധം കൂടുതലായി കിട്ടാൻ മഞ്ഞൾപ്പൊടി നല്ലതാണ്. മഞ്ഞൾപ്പൊടി ഇതുപോലെ വെള്ളത്തിൽ കലക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തന്നെ കുടിച്ചോളും. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രോഗം വരുന്നതിനെ തടയാൻ സാധിക്കും എന്നുള്ളതാണ്. രോഗങ്ങൾ വന്ന് ഒരുപാട് മരുന്നുകൾ കൊടുത്ത് നമ്മൾ അവരെ പരിചരിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാനുള്ള ഇതുപോലെ ചെറിയ ചെറിയ മരുന്നുകൾ കൊടുത്ത് നമ്മൾ ശീലമാക്കി കൊണ്ടുവരിക. എന്നാൽ നമുക്ക് പ്രതിരോധം കിട്ടും. ഇതുപോലുള്ള പല പാത്രങ്ങൾ നമ്മൾ കരുതുകയാണെങ്കിൽ നമ്മളെ തീറ്റകൾ വെറുതെ വേസ്റ്റായി പോകില്ല എന്നുള്ളതാണ്. പരമാവധി 2 നേരമായിട്ടാണ് ഞാൻ ഇവർക്ക് തീറ്റകൾ കൊടുക്കുന്നത്. അതന്നെ ഏകദേശം ഒരെണ്ണത്തിന് 40 ഗ്രാം 50 ഗ്രാം എന്നുള്ള രീതിയിലാണ് ഒരു ദിവസം കൊടുക്കുന്നത്. അത് 2 നേരമായിട്ടാണ് ഞാൻ കൊടുക്കാറ്.